ഡീപ് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കറണ്ട് സിറ്റുവേഷനിലുള്ള ഡീപ് ട്രൂ ഫീലിങ്സ് എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ കൂടുതൽ പേരും ഒരു നോക്കേണ്ട സിറ്റുവേഷനിൽ തന്നെയാണ്, കൂടുതൽ പേരും അങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ ഫീൽ ചെയ്യുന്ന എനർജി. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഒരു പക്ഷേ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ട് നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ളവരാണ് കൂടുതൽ പേരും എന്നാണ് ഇവിടെ ഒരു എനർജി കിട്ടുന്നത്. വുമൺ ഹോൾഡിങ് കോയിനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. കുറച്ച് പേർക്കത് ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളായിരിക്കാം, ഫിനാൻഷ്യലി ഉള്ള പ്രോബ്ലംസ് ആയിരിക്കാം. അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് പോകേണ്ടതായിട്ട് വന്നു, അല്ലെങ്കിൽ അതിൽ കൂടുതൽ സമയം നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് തരാനോ ഒന്നും തന്നെ സാധിക്കാതെ വന്നത് അത്തരം കാര്യങ്ങൾക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം. അതും അല്ലെങ്കിൽ ഒരു വ്യക്തിയായിട്ട് തന്നെ, അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരായിരിക്കാം നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ സാന്നിധ്യം ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവണം എന്ന് അവർ അതിയായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മൊമെൻ്റാണിത്. നിങ്ങളിലേക്ക് തിരികെ എത്തണം എന്നൊക്കെ തന്നെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ദ വേൾഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു ന്യൂ ബിഗിനിങ് ആണ് അവരുടെ മനസ്സിലിപ്പോൾ കൂടുതലായിട്ടും അവർ ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ബ്രോക്കൺ ഹാർട്ട് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഒരു കാർഡിൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഒരു മനസമാധാനമുള്ളൊരു അവസ്ഥയല്ല. ഭയങ്കരമായിട്ട് തന്നെ പുറമേ ഒരു ചിരിച്ച് കാണുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായിട്ടൊക്കെ ഇരിക്കും. അത് സ്വാഭാവികമായിട്ടും ലൈഫാകുമ്പോൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഒരു മനസ്സോടെ അല്ല ഒന്നും തന്നെ ചെയ്യുന്നതും ഒന്നും. അവരുടെ മനസ്സിലെന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് അവർ വിഷമത്തിലാണ്. പല കാര്യത്തിൽ അവർ കൺഫ്യൂസ്ഡ് ആണ്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇനി എന്താവും, അതുപോലെ തന്നെ ഫിനാൻഷ്യലി ഉള്ള പ്രശ്നങ്ങളായിരിക്കാം. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കുറച്ച് പേർക്കെങ്കിലും ഒരു വ്യക്തിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനി എങ്ങനെ ഒഴിഞ്ഞു മാറിപ്പോവും എന്നുള്ളതിനെയൊക്കെ ചിന്തിച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമത്തിലാണ് എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്പിരിച്വൽ പാത്ത് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് അവർ കൂടുതലും യൂണിവേഴ്സൽ ട്രസ്റ്റ് ചെയ്യാനും ഒരു സ്പിരിച്വൽ വേയിലൂടെയൊക്കെ മൂവ് ചെയ്യാനാണ് കൂടുതൽ ശ്രമിക്കുന്നത്. ഒരു പക്ഷേ ഇതുവരെ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നിരിക്കാം നിങ്ങളെ വീണ്ടും അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാനും ഒക്കെ തന്നെ അവർ പ്രാർത്ഥിച്ചിട്ടും മാനിഫെസ്റ്റ് ചെയ്തിട്ടും ഒന്നും കൂടുതലും ഫലം കാണാതെ വന്നപ്പോൾ ഇപ്പോൾ കൂടുതലും അവർ യൂണിവേഴ്സിലേക്ക്, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അത്രയധികമായിട്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു സ്പിരിച്വലി അവർ ഒരുപാട് സഞ്ചരിക്കുന്നുണ്ട്. ആ ഒരു വേയിലൂടെ പോയാൽ ഇനി ഒരു സമാധാനം, അല്ലെങ്കിൽ ഒരു 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 സൊല്യൂഷൻ കണ്ടെത്താം, ഈ ഒരു വിഷമങ്ങൾക്കൊക്കെ തന്നെ ഒരു പരിഹാരം അവിടെ നിന്ന് കിട്ടും എന്നുള്ള രീതിയിൽ കുറേ പേരെങ്കിലും ഒരു സ്പിരിച്വൽ വേയിലൂടെ മൂവ് ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു സമയത്ത് ഇവർ അത്യധികമായിട്ട് വിഷമിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യം ഒന്ന് മാറിപ്പോകാനായിട്ട് അവർ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. കുറച്ച് പേരെങ്കിലും ഈ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ വന്നിട്ട്, അല്ലെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും മനഃപൂർവ്വമായിട്ട് നിങ്ങളിപ്പോൾ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിൽ കൂടിയും, അതിപ്പോൾ ഒരു പേഴ്സൺ ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ വ്യക്തികളായിക്കോട്ടെ, അതും അല്ലെങ്കിൽ ഫിനാൻഷ്യലി കരിയറിലേക്കുള്ള പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കുറച്ച് പേരെങ്കിലും അത് മനഃപൂർവ്വമായിട്ട് നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ടുള്ളതല്ല. സാഹചര്യങ്ങൾ കൊണ്ട് ഒരു സമയമോ ഒന്നും തന്നെ, ഒരു കമ്മിറ്റ്മെൻ്റ് ഒന്നും തന്നെ തരാൻ സാധിക്കാതെ വന്നിട്ടുള്ളതാണ്. മേ ബി അതിൻ്റെ പേരിൽ മേ ബി നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാര്യമൊക്കെ അവരോട് ചോദിച്ചപ്പോൾ ഒരു ആൻസർ ഇല്ലാതെ തന്നെ അവർ നിന്നിട്ടുണ്ടാവാം. അതൊരു പക്ഷേ അവർക്ക് വ്യക്തമായിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷൻ തരാൻ പോലും സാധിക്കാത്ത അവസ്ഥയായിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ നിങ്ങൾ തുടക്കത്തിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ ഒരു സ്ട്രെങ്ത് ഇപ്പോഴും എന്താണ് കുറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ തന്നെ ഒരു റീസൺ ചിലപ്പോൾ അവർക്ക് ഉണ്ടായിരുന്നിരിക്കില്ല. കുറച്ച് പേരെങ്കിലും മനഃപൂർവ്വമായിട്ട് അവോയ്ഡ് ചെയ്യാത്തവർ ഉണ്ട്. കാരണം സാഹചര്യങ്ങൾ വന്നു. ഒരു പക്ഷേ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളെങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യും, നിങ്ങളെങ്ങനെ അതിനു വേണ്ടി പ്രതികരിക്കും. ഒരു പക്ഷേ നിങ്ങൾ കുറേ പേരെങ്കിലും ഭയങ്കരമായിട്ടൊരു ഹീലറായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി പല കാര്യങ്ങളും ലൈഫിലുള്ള പല വിഷമകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളായിട്ട് തന്നെ ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുകയും, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ച് ഒന്ന് കഴിയുമ്പോൾ തന്നെ അവർക്ക് ഒരു ആശ്വാസം കിട്ടണ പോലെയൊക്കെ അവർക്ക് ഫീൽ ചെയ്യുമായിരിക്കാം. സോ അത്രത്തോളം അവരെ സപ്പോർട്ട് ചെയ്യുന്ന, കെയർ ചെയ്യുന്ന നിങ്ങളോട് അവരുടെ സിറ്റുവേഷൻ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ നിങ്ങളതിനെ എങ്ങനെ പ്രതികരിക്കും? നിങ്ങൾക്കൂടെ വിഷമം വരില്ലേ? ഫിനാൻഷ്യലിയുള്ള പ്രശ്നങ്ങളാണെങ്കിൽ നിങ്ങൾക്കതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി തരാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾക്കും ഒരു വിഷമമാവുമല്ലോ എന്നൊക്കെ കരുതി കുറച്ച് പേരെങ്കിലും അവരുടെ സ്വന്തം വിഷമം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാത്തതാവാം. സോ അതിൻ്റെ പേരിൽ നിങ്ങൾക്കൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടാവാം.
പക്ഷേ വളരെ കുറച്ച് പേര് ഒരു ചീറ്റിംഗ് എന്ന് പറയാൻ സാധിക്കില്ല. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ത് തന്നെയാണെങ്കിലും അതിൽ ബിലീവ് ചെയ്ത് പോയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളെ അവർ മനഃപൂർവ്വമായിട്ട് മാറ്റി നിർത്തിയിട്ടുണ്ടാവണം. പക്ഷേ കൂടുതൽ പേർക്കും ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഒരുപാട് പേർക്ക് തന്നെ ഇപ്പോൾ ഒരു വ്യക്തികളായിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്ന സമയത്ത് നിങ്ങളെ മനഃപൂർവ്വമായിട്ട് അവർ മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ട് തന്നെ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ എന്ത് ഒരു അക്കാര്യത്തിലാണോ എൻഗേജ്ഡ് ആയിട്ട് പോകേണ്ടത് അതിലേക്ക് പോകാമെന്ന് കരുതി പോയിട്ടുള്ള ഒരു എനർജി അല്ല കൂടുതൽ പേർക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഇത് തന്നെയാണെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആയിട്ടുണ്ട്. വുമൺ ഹോൾഡിംഗ് കോയിൻ കാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ റീഡിങ്ങിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ ഇവിടെ മനഃപൂർവ്വമായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ എന്ത് തന്നെയാണെങ്കിലും ഇവിടെ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ഉണ്ട്. നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഈ ഒരു സമയത്ത് അവർ ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട്. കുറേ പേരെങ്കിലും ചിലപ്പോൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവർ വേദനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ മനഃപൂർവ്വമായിട്ടാണെങ്കിലും അല്ലെങ്കിലും ഒന്നും മാറി നിൽക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വന്നിട്ടുള്ള സമയത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ പോലും പോസിബിലിറ്റി ഇല്ലാതിരുന്ന ആ ഒരു സമയത്ത് ഇവർ റിയലൈസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളുമായിട്ടുള്ള ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അകലുന്നത് വളരെ പാടുപെട്ടൊരു കാര്യമാണ് എന്നുള്ളത്. ബിക്കോസ് നിങ്ങൾ തമ്മിലുള്ളൊരു സോൾ കണക്ഷൻ ഭയങ്കര ഡീപ്പായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വമായിട്ട് മാറി നിന്നതായിക്കോട്ടെ അല്ലെങ്കിൽ സെപ്പറേഷൻ എന്ത് തന്നെ റീസണിൻ്റെ പുറത്താണെങ്കിലും ഇപ്പോൾ അകൽച്ച വന്ന സമയത്ത് തൊട്ട് അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു വിഷമമാണ് അവർ അനുഭവിക്കുന്നത്. കുറച്ച് പേരെങ്കിലും ഇവിടെ വളരെ കുറച്ച് പേര് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് പേർ വളരെ കുറച്ച് പേര് ഒരു പക്ഷേ അവർക്ക് ചിലപ്പോൾ ഒരു മണിയിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നപ്പോൾ നിങ്ങളെ കുറച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതലും കമ്മിറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു സക്സസ് കാണാൻ സാധിക്കില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ചിലപ്പോൾ നിങ്ങളെ ഒന്ന് അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ആ ഒരു സമയത്ത് അവർക്ക് അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും അവർ റിയലൈസ് ചെയ്യുന്നത് ഈ ഒരു കാര്യം തന്നെയാണ്. നിങ്ങളുമായിട്ടുള്ള ഒരു സെപ്പറേഷൻ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ളൊരു പെയിൻഫുൾ ആണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ മനസ്സ് നിറയെ നിങ്ങളുമായിട്ടുള്ളൊരു ന്യൂ ബിഗിനിങ് തന്നെയാണ് അവരുടെ മനസ്സിൽ. അതുകൊണ്ടാണല്ലോ ഇവിടെ ഡോർ ടു പേഴ്സണൽ ഹീലിംഗ് ആൻഡ് ഹാപ്പിനെസ് കാർഡും അതുപോലെ തന്നെ വേൾഡ് കാർഡും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ന്യൂ ബിഗിനിങ്ങിനെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എത്രത്തോളം ഒരു ന്യൂ ബിഗിനിങ് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു കറണ്ട് ഡീപ്പ് ട്രൂ ഫീലിങ്സ് എന്ന് പറയുന്നത് തന്നെ ഒരു ന്യൂ ബിഗിനിങ് വരണം എന്ന് തന്നെയുള്ള ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അവരുടെ മനസ്സിൽ അത്രമാത്രം ഒരു പുതിയ തുടക്കം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള ഒരു പുതിയ തുടക്കം എന്ത് തന്നെയാണെങ്കിലും അതുപോലെ തന്നെ കൂടുതലും ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തണമെന്നാണ് അവർ കൂടുതലും അതുപോലെ തന്നെ ആഗ്രഹിക്കുന്നത്. സെയിം തന്നെ എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു അകലം വന്നത് എന്ത് തന്നെയാണെങ്കിലും ഒരുപക്ഷെ നിങ്ങൾ അതിൻ്റെ പേരിൽ പിണങ്ങി നിന്നാൽ കൂടിയും അതവർക്ക് തുറന്നു പറയണം എന്നുണ്ട്. അത്രയധികമായിട്ട് അവർക്ക് നിങ്ങളോട് തുറന്ന് സംസാരിക്കണം എന്നിവിടെ അവരതിയായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് അവരൊരു ഡിസിഷൻ എടുക്കാനായിട്ട് തയ്യാറാകുന്നുണ്ട്. കാരണം ചിലപ്പോൾ ഒരുപാട് സ്ട്രഗിളും ഒബ്സ്റ്റക്കിൾസും ഒക്കെ തന്നെയുള്ള റിലേഷൻഷിപ്പാണ്. ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക്. ഇനിയൊരു റീസ്റ്റാർട്ട് ഉണ്ടാവാനായിട്ട് ഒത്തിരി തടസ്സങ്ങൾ അവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ശ്രമിച്ചപ്പോഴൊക്കെ തന്നെ പരാജയപ്പെട്ടിട്ടുണ്ടാവാം. എന്നാലും ഇനി എങ്ങനെ വരണം എന്നൊക്കെ തന്നെ അവരൊരു ഡിസിഷൻ എടുക്കാനായിട്ട് മുന്നോട്ട് വരുന്നതായിട്ടുള്ളൊരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ജേർണി എന്നുള്ളൊരു കാർഡും ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാർഡിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർ ഭയങ്കരമായിട്ട് മനസ്സുകൊണ്ട് അവർ റെഡി ആയിട്ടിരിക്കുകയാണ് നിങ്ങളിലേക്ക് എത്താനായിട്ട്. ചിലപ്പോൾ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്തിട്ടുണ്ടാവാം. അതുപോലെ തന്നെ അവർ തയ്യാറെടുക്കുന്നുണ്ട്. എല്ലാ രീതിയിലും അവർ സജ്ജമായിട്ടിരിക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെ വരണം എന്നുള്ളത് ഒരു ഐഡിയ കാണില്ല, അല്ലെങ്കിൽ അതിനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ടാവില്ല. ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഓടിയെത്താനായിട്ട് തന്നെയാണ് അവരുടെ ഒരു തീരുമാനം. സോ അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. സോ ആ ഒരു യാത്ര ഉടനെ തന്നെ ഉണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റിയാണ് ഇവിടെ ഈ ഒരു കാർഡിലൂടെ ഒക്കെ തന്നെ മനസ്സിലാവുന്നത്.